ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമും വേദയും അനിയൻകുട്ടനൊക്കെ ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും പിടിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർ നേരെ വന്നത് നമ്മുടെ വർഗീസേട്ടൻ്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് പിറകുവശത്ത് കൂടെയാണ് അവർ വന്നത്. എന്നിട്ട് ഡോറിനെ ഇങ്ങനെ മുട്ടും. മേരിച്ചേച്ചി വാതിൽ തുറക്കുമെന്ന് പറഞ്ഞിട്ട്, അച്ചായ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ കുറേ വിളിച്ചതിന് ശേഷം മേരി ഉണരുകയാണ് കേട്ടോ. എന്നിട്ട് വർഗീസിനെ വിളിക്കും. അച്ചായ വേദയുടെ ശബ്ദമല്ലേ കേൾക്കണമെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ശബ്ദം ഇങ്ങനെ അവർ വിളിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കും. അപ്പോൾ വർഗീസ് പറയും, പിൻവാതിൽ നിന്നാണല്ലോ വിളിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ മേരി പറയും അതേ എന്ന് പറഞ്ഞിട്ട് അവർ വാതിൽ നേരത്തെ അവരെ കാണുമ്പോൾ വർഗീസ് ചോദിക്കും, എന്താ വിക്രം? അപ്പോൾ മേരി ചേച്ചി ചോദിക്കും, എന്നെ പറ്റിയെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഇവർ 3 പേരിങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ വർഗീസ് പറയും, വാ ആദ്യം ഉള്ളിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോവാണ്. മേരി ചോദിക്കും, എന്താ നിങ്ങൾ പിന്നിലൂടെ വന്നത്? അപ്പോൾ വിക്രം പറയും, മുന്നിലൂടെ വന്നാൽ അവർ പിടിക്കപ്പെടും. അപ്പോൾ വർഗീസ് ചോദിക്കും, പിടിക്കേ? ആരിൽ നിന്നാണോ ഞങ്ങൾ ഇത്ര നാൾ ഓടിപ്പോന്നുകൊണ്ടിരുന്നത് അവരിൽ നിന്ന് തന്നെ എന്ന് വിക്രം പറയും. എന്നിട്ട് വിക്രം പറയും, ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ വർഗീസ് പറയും, മേരി നീ വേഗം പോയി ഒരു കാപ്പി ഇട്. അനിയൻകുട്ടൻ്റെയും വേദയുടെയും മുഖത്ത് പേടി കാരണമുള്ള നല്ല ടെൻഷനും ഉണ്ട്. പിന്നെ 3 പേരും ഓടിപ്പോന്നതിൻ്റെ നല്ല ക്ഷീണവും ഒക്കെ ആയിട്ട് അവരിങ്ങനെ കിതച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വർഗീസ് പറയും, നിങ്ങൾ ആദ്യം ആ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്ക്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാമെന്നേ എന്നിങ്ങനെ വർഗീസ് പറയാണ്. പിന്നെ കാണിക്കുന്നത് ഇവർ ശ്രീകാന്തും ചന്ദ്രശേഖരനും ജോബിയും ഗുണ്ടകളെല്ലാം കൂടെ തേയിലത്തോട്ടത്തിൽ അവരെ ഇങ്ങനെ തിരയാണ്. പക്ഷേ എത്ര തിരഞ്ഞിട്ടും അവരെ 3 പേരെയും കിട്ടുന്നില്ല. അന്നേരം ഗുണ്ടകളോട് ചന്ദ്രശേഖരൻ പറയും, എന്തിനു പറ്റുവടാ നിങ്ങളെയൊക്കെ, ഇത്രയൊക്കെ പോങ്ങന്മാരുണ്ടായിട്ടും അവൻ പുഷ്പം പോലെ രക്ഷപ്പെട്ടില്ല. ആ സമയം ശ്രീകാന്ത് പറയും, അവൻ എങ്ങോട്ട് രക്ഷപ്പെടാൻ, അവൻ ഈ തോട്ടത്തിൽ എവിടെയെങ്കിൽ തന്നെ ഉണ്ടാവും. അന്നേരം ചന്ദ്രശേഖരൻ പറയാണ്, എന്നാൽ വേഗം തിരഞ്ഞ് കണ്ടുപിടിക്കടാ അവനെ. അങ്ങനെ ഗുണ്ടകൾ വീണ്ടും തിരയാൻ പോവുകയാണ്. ആ സമയത്ത് ജോബി ഇവരുടെ അടുത്ത് പറയും, തോട്ടത്തിലൊന്നും അവൻ അധിക സമയം ഇരിക്കില്ല സാറേ, നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കുന്ന അവർക്കറിയാം. അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്, പിന്നെ അവർ എവിടെ പോയി ഇരിക്കും? അന്നേരം ജോബി ഇങ്ങനെ പറയാണ്, മൈക്കിൾ അച്ഛനാണ് ഇപ്പോൾ അവരുടെ ലോക്കൽ ഗാർഡിയൻ, അവരെന്തായാലും ആ പള്ളിമേടയിൽ തന്നെ ഉണ്ടാവും, എവിടേക്കും പോകാൻ സാധ്യതയില്ലാന്ന്. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്നാൽ നമുക്ക് വേഗം അവിടേക്ക് പോവാം. അന്നേരം ചന്ദ്രശേഖരൻ പറയാണ്, എടാ മരപ്പൊട്ട, പള്ളിയിൽ നീയും ഞാനും കയറിയാൽ അതൊരു വലിയ വിഷയമാവും, പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് നിനക്ക് ഊഹിച്ചൂടെ? അവർ പള്ളിമണി അടിച്ച് ആളെ കൂട്ടിയാലുണ്ടല്ലോ പിന്നെ നമ്മൾ കയ്യോടെ അകത്താണ്. എന്നിട്ട് പറയാണ്, അവരുടെ കൂടെ ആ അനിയൻകുട്ടനുണ്ട്, പുളിക്കൻ്റെ മരണത്തിന് അവൻ സാക്ഷിയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അവനെ പണ്ടേ അങ്ങ് ഇല്ലാതാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ചന്ദ്രശേഖരൻ പറയും, പോയ ബുദ്ധി ഇനി തിരിച്ചു വരില്ലല്ലോ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഏതായാലും ആദ്യം അവർ പള്ളിക്കകത്തുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം, പിന്നെ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രം വർഗീസിനോടും മേരി ചേച്ചിയോടും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ വർഗീസ് ചോദിക്കും, ഇത്രയും പ്രശ്നങ്ങളോടെയാണോ മക്കളെ നിങ്ങളിവിടെ കഴിഞ്ഞത്? അപ്പോൾ മേരി ചേച്ചി പറയാണ്, എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്ന അച്ചായ. അപ്പം വർഗീസ് പറയും, മൈക്കിൾ അച്ഛൻ എന്തായാലും ഒരു വഴി കാണാതിരിക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ തന്നെ ഇരി, ഞാനും മേരിയും പള്ളിയിൽ പോയിട്ട് വരാം, ഞങ്ങളെന്തായാലും വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോവാം. അപ്പോൾ വിക്രം പറയും, ആ ജോബി അവരുടെ കൂടെ തന്നെ ഉണ്ട്, അവരെന്തായാലും ഇവിടെ അന്വേഷിച്ച്. അപ്പോൾ വർഗീസ് പറയും, അതുകൊണ്ടല്ലേ ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടി പോയിക്കോളാം എന്ന് പറഞ്ഞത്, പുറത്തുനിന്ന് ആര് വിളിച്ചാലും ബഹളം ഉണ്ടാക്കിയാലും നിങ്ങൾ എടുക്കണ്ട, ഞാൻ എന്തായാലും അച്ഛനുമായിട്ട് പോലീസിനെയും കൊണ്ടുവരാം, എന്നിട്ട് പോലീസ് സംരക്ഷണത്തോടെ നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി. അങ്ങനെ അവരോട് അകത്തോട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് വർഗീസും മേരിയും കൂടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ജീപ്പ് എടുത്ത് പള്ളിയിലോട്ട് പോയതിന് ശേഷം നമ്മുടെ അനിയൻകുട്ടൻ വിക്രമിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരയാണ്. വിക്രം അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും, ഒന്നുമില്ലടാ, ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല എന്നൊക്കെ. പിന്നെ കുറേ നേരം അവർ 3 പേരും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്നത് ഇങ്ങനെ കാണിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു ഹോട്ടലിൽ നിന്ന് ഇവർ ശ്രീകാന്തും ചന്ദ്രശേഖരനും ജോബി എല്ലാവരും കൂടെ ചായ കുടിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഹോട്ടലുടമ ചായ കൊടുക്കുമ്പം ചോദിക്കും, ആരാണ് ജോബി സാറേ, ആരൊക്കെയാണ് ഇത്, ഇവിടെ ഒന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ജോബി പറയാണ്, നാട്ടിൽ നിന്നുള്ളവരാ, ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ വന്നതാ. എന്നിട്ട് അയാൾ പറയും, ജോബി സാറിന് ഇപ്പോൾ തോട്ടത്തിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചുറ്റിക്കറങ്ങാൻ ഇഷ്ടം പോലെ സമയം കിട്ടുമല്ലോ എന്ന്. ആ സമയം ഹോട്ടലിൻ്റെ മുന്നിലൂടെ നമ്മുടെ വർഗീസിൻ്റെ വണ്ടി കടന്നു പോവാണ്. അപ്പോൾ അയാൾ പറയും, ഇത് നമ്മുടെ പരോപകാരി വർഗീസല്ലേ ആ പോകുന്നത്, ഇതെന്ത് പറ്റി? സാധാരണ ഈ നേരത്ത് ഇവിടെ വരുമ്പോൾ ഒരു ചായ പതിവുള്ളതാ, ഇത് എവിടേക്കാണാവോ ഈ പോകുന്നത് എന്ന് പറയാണ്.
അയാളിങ്ങനെ പറയുമ്പം ജോബിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുകയാണ്. എന്നിട്ട് മറ്റുള്ളവരോട് പറയും, സാറേ വേഗം ചായ കുടിക്ക്, ഒരു സ്ഥലം കൂടെ നമുക്ക് തപ്പാനുണ്ട് എന്ന് പറയും. ചിരിച്ചുകൊണ്ട് പറയും, ഇരയൊളിച്ച മാള ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവരെല്ലാവരും കൂടെ വണ്ടി സൈഡാക്കിയിട്ട് നേരെ വർഗീസിൻ്റെ വീട്ടിലേക്ക് നടന്നു വരികയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കുറേ ദൂരെ വണ്ടി നിർത്തിയിട്ട് പിന്നെ അവർ ഒരുപാട് ഇങ്ങനെ നടന്ന് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ അവർ വർഗീസിൻ്റെ വീടിൻ്റെ മുന്നിലെത്താണ്. അപ്പം വീടൊക്കെ പൂട്ടി കിടക്കുന്നത് കണ്ടിട്ട് ജോബി പറയും, പൂട്ടിപ്പോയിരിക്കുകയാണല്ലോ സാറേ, ആളകത്തുണ്ടാവും, അതിബുദ്ധി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ ഇങ്ങനെ പറയാണ്. അടിച്ചു പൊളിക്കടാ ഡോറ്, അകത്ത് ആൾ കാണുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെല്ലാവരും കൂടെ വാതിലിങ്ങനെ അടിച്ചു പൊളിക്കുന്ന സൗണ്ട് വിക്രവും വേദയും അനിയൻകുട്ടനൊക്കെ അകത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് പുറത്തുനിന്ന് വിളിച്ച് പറയും, എടാ വിക്രം, നിൻ്റെ ഓട്ടം കഴിഞ്ഞടാ, നിൻ്റെ അവസാന യാത്രയ്ക്കുള്ള വണ്ടിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, വാതിൽ തുറക്കടാ. അന്നേരം വിക്രം വേദയോട് പറയും, വേദ ശബ്ദം ഉണ്ടാക്കാതെ വാ എന്ന് പറഞ്ഞിട്ട് അവർ പുറകുവശത്തെ വാതിൽ ഇങ്ങനെ പതുക്കെ തുറന്നിട്ട് പുറത്തേക്ക് വരികയാണ്. ആ സമയം വിക്രത്തിനെ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രശേഖരൻ പറയും, പിടിയടാ അവനെ, പിടിച്ചു കെട്ടടാ. അപ്പോഴേക്കും അകത്തെ ഡോറൊക്കെ തുറന്നിട്ട് ശ്രീകാന്ത് ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ശ്രീകാന്ത് വേദയെ പിടിച്ചു വെക്കുകയാണ്. അവിടെ നിൽക്കടിയെന്നും പറഞ്ഞിട്ട് വിക്രമിനെ ഗുണ്ടകളെല്ലാവരും കൂടെ ആക്രമിക്കുകയാണ്. അങ്ങനെ വിക്രമിനെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അവരെല്ലാവരും കൂടെ പിടിച്ചു കൊണ്ടുപോവാണ്. ശ്രീകാന്ത് വേദയുടെ അടുത്ത് പറയുന്നുണ്ട്, അവിടെ നിൽക്കടി, നീ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ എല്ലാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടതിന് ശേഷമാണ് കേട്ടോ വർഗീസും മേരിയൊക്കെ ജീപ്പുമായിട്ട് വരുന്നത്. കൂടെ അച്ഛനും ഉണ്ടാവും അവരുടെ കൂടെ. അങ്ങനെ അവർ വീടിൻ്റെ മുന്നിലെത്തുമ്പോൾ ഡോറൊക്കെ തുറന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ വർഗീസ് പറയും, പൂട്ടിയിട്ട് പോയ വീടാണല്ലോ. അപ്പം അച്ഛൻ പറയും, അയ്യോ എന്ന് പറയാണ്. അപ്പം മേരി പറയും, ചതിച്ചോ അച്ചായ എന്ന് പറഞ്ഞിട്ട് വേഗം ഉള്ളിലോട്ട് കടന്ന് പോവാണ്. എന്നിട്ട് അവർ 3 പേരും കൂടെ വിക്രം വേദ എന്ന് വിളിച്ചിട്ട് ചുറ്റിലിങ്ങനെ തിരയാണ്. അന്നേരം അവരെ കാണുന്നില്ല. അപ്പോൾ അച്ഛൻ ചോദിക്കും, എന്തായി വർഗീസെ, അവരെ ഇവിടെ ഒന്നും കാണുന്നില്ല അച്ഛോ, ആരോ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം അച്ഛൻ പറയും, കർത്താവേ ചതിച്ചോ എന്നും പറഞ്ഞിട്ട് പേടിയോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു മലേൻ്റെ മുകളിൽ വിക്രമിനെയും വേദനയും അനിയൻകുട്ടനെയും ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഗുണ്ടകളും ജോബിയും കൂടെ ചേർന്നാണ് അവരെ കെട്ടിയിട്ടത്. പിന്നീടാണ് ശ്രീകാന്തും ചന്ദ്രശേഖരനും അവിടേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും കയ്യിലൊരു പേപ്പറുമായിട്ടാണ് കടന്നു വരുന്നത്. ഒരു കൊലച്ചിരിയോട് കൂടിയാണ് അവർ കടന്നു വരുന്നത്. എന്നിട്ട് ശ്രീകാന്ത് പറയും, ഭാര്യയും ഭർത്താവും കൂടെ ഞങ്ങളെ കുരുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യായിരുന്നു അല്ലേ, അതിനാണ് നിങ്ങൾ ഇവനെയും കൊണ്ട് മല കയറിയത്. എന്നിട്ട് ചന്ദ്രശേഖരൻ പറയും, ഇവന് വെളിവ് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിന്റെ തന്തയുടെ മുന്നിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് ഞങ്ങളെ അങ്ങ് വളർത്തിക്കളയാന്ന് കരുതിയടി. അന്നേരം വേദ ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കും, പറയുന്നത് നിങ്ങളുടെ കൂടെ അച്ഛനാണ്, എന്നിട്ട് നിങ്ങൾ ഉളുപ്പില്ലാതെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ആ അച്ഛനും അങ്ങേരുടെ അച്ഛനും കൂടിയാടി എനിക്കിട്ട് ഈ പണി തന്നത്, പിന്നെ ഞാൻ അവരെ പൂവിട്ട് പൂജിക്കണോ? അപ്പോൾ വേദ പറയും, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് എനിക്കറിയാം, അതൊരിക്കലും നടക്കാൻ പോണില്ല. അത് കേൾക്കുമ്പം വേദയുടെ 2 കവിളത്തും ശ്രീകാന്ത് ഇങ്ങനെ പിടിച്ച് നുള്ളിയിട്ട് പറയും, പൊന്നു മോളെ, അഗ്നിക്ക് കാത്തു നിൽക്കുമ്പോഴും നിനക്ക് ഉശിരിന് ഒരു കുറവുമില്ല. വേദയോട് ഇങ്ങനെയൊക്കെ ശ്രീകാന്ത് പെരുമാറുന്നത് കണ്ടിട്ട് വിക്രമിന് നല്ല കലി തുള്ളുകയാണ്. എന്നിട്ട് വിക്രം പറയും, വിടടാ അവളെ. അന്നേരം വിക്രമിൻ്റെ മുഖത്ത് ചന്ദ്രശേഖരൻ ഒരു അടി അടിച്ചിട്ട് പറയും, വായടക്കടാന്ന്. വിക്രമിനെ അടിച്ചപ്പോൾ വേദയ്ക്ക് ഒട്ടും സഹിച്ചില്ല. അപ്പോൾ വേദ വിക്രം എന്ന് വിളിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിക്കണേ, എന്താടി അവനെ തല്ലിയപ്പം നിനക്ക് വേദനിച്ചോ? എങ്കിൽ അടിക്കടാ അവനെ എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളെ കൊണ്ട് വിക്രമിനെ ഇങ്ങനെ തല്ലിപ്പിക്കുകയാണ്. വിക്രമിനെ ഇങ്ങനെ തല്ലുന്നത് കണ്ടിട്ട് വേദ കരഞ്ഞുകൊണ്ട് പറയും, വേണ്ട വിക്രമിനൊന്നും ചെയ്യല്ലേ ഇങ്ങനെ പറയാണ്. നിർത്താൻ പറയടോ, നിർത്താൻ നല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കരയാണ്. അത്രയും അടി കിട്ടിയിട്ടും വിക്രം അവരുടെ അടുത്ത് പറയാണ്, ഉശിരുണ്ടെങ്കിൽ കെട്ടഴിച്ചിട്ട് തല്ലടാന്ന്. അങ്ങനെ കുറേ അടിക്കുമ്പം ശ്രീകാന്ത് പറയും, മതിയടാ നിർത്ത് എന്ന് പറയും. എന്നിട്ട് ചന്ദ്രശേഖരൻ പറയാണ്, അവനെ തല്ലിയ അവൾക്ക് അത്രയ്ക്ക് വേദനിക്കെങ്കിൽ അവനെ അങ്ങ് വിട്ടേക്കാം അല്ല ശ്രീകാന്ത്, പകരം അവളോട് ഈ പേപ്പറിലൊക്കെ ഒന്ന് സൈൻ ചെയ്യാൻ പറയാം. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതെ, വെറുതെ എന്തിനാ നമ്മുടെ സമയം മെനക്കെടുത്തുന്നത്. എന്നിട്ട് 2 പേരും കൂടെ വേദയോട് ഒപ്പിടാൻ പറയാണ്. അന്നേരം വിക്രം പറയും, വേദ അരുത്, ചെയ്യരുത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാം, വായടയ്ക്കടാ. അന്നേരം ശ്രീകാന്ത് പറയും, എനിക്ക് നിൻ്റെ സൈനൊന്നും വേണമെന്നില്ല, നിൻ്റെ ഒരു വിരലടയാളം മതി. മുത്തശ്ശനുണ്ടല്ലോ ഒക്കെ എഴുതി വെച്ചത് നിൻ്റെ പേരിലാണ്, നിൻ്റെ ശേഷം നിൻ്റെ കുഞ്ഞിന്, നിൻ്റെ കുഞ്ഞെന്ന് പറയുമ്പം ഇവനുണ്ടാവുന്ന കുഞ്ഞ്, അപ്പോൾ അതിൻ്റെ അവകാശി പിന്നെ ഇവന്.
എവിടെ നിന്നോ വന്ന് താലി കെട്ടിയ ഒരു തെണ്ടി തറവാടടക്കം കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കണോ ഞാൻ? അതുകൊണ്ട് ആദ്യം നീ ഒരു വിരലടയാളം വെക്ക്, അതിനുശേഷം ബാക്കി തീരുമാനിക്കാം, അല്ലേ അച്ഛാ എന്നിങ്ങനെ ശ്രീകാന്ത് പറയാണ്. അതോടുകൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.